നമസ്കാരം. ഞാൻ ഡോക്ടർ എസ് ജയശ്രീ, വെറ്റിനറി സർജനാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം ആടുകളിലെ പോളിയോ ആവട്ടെ. ആടുകളിലെ പോളിയോ കണ്ടിട്ടുണ്ടോ? കൊച്ചു കുട്ടികളിലെ പോളിയോ ഒക്കെ നമ്മളൊരു കാലത്ത് വളരെ ഭീതിയോടുകൂടി വീക്ഷിച്ചിരുന്ന ഒന്നാണ്. എന്നാൽ ആടുകളിലും പോളിയോ വരാറുണ്ട്. പോളിയോ എൻസഫലോ മലേഷ്യ എന്ന ഈ രോഗം ആടുകളിലെ തലച്ചോറിൽ നീർവീക്കം ഉണ്ടാകുമ്പോഴാണ് വരുന്നത്. ഈ തലച്ചോറിൽ നീർവീക്കം ഉണ്ടാകുന്നത് ആടുകളിൽ തയാമിൻ എന്ന വൈറ്റമിന്റെ അളവ് കുറയുമ്പോഴാണ്. വൈറ്റമിന്റെ അളവ് കുറയുന്നതിന് പല കാരണങ്ങളുണ്ട്. ബാക്ടീരിയയുടെ അണുബാധയുണ്ടാവാം, പിന്നെ അതിന്റെ തീറ്റക്രമത്തിലുള്ള പോരായ്മകൾ ഉണ്ടാവാം. അങ്ങനെ പല കാരണങ്ങളുണ്ട്. അപ്പൊ എന്താണ് ആടുകളിലെ പോളിയോയുടെ ലക്ഷണങ്ങൾ എന്നൊന്ന് പറയാം. ആടുകളിലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തലച്ചോറിലെ നീർവീഴ്ച കൊണ്ടാണ് ഈ ആടുകളിലെ പോളിയോ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ശരീരത്ത് വിറയൽ, തല ചരിച്ച് കിടക്കൽ, തലയിട്ട് തിരിക്കൽ, പിന്നെ ഒരു ഭിത്തിയോ മറ്റോ ഉണ്ടെങ്കിൽ അതിലേക്ക് തല ചാരി വെച്ച് കിടക്കൽ, തലയും ശരീരവും ഇട്ട് അടിക്കൽ, ആകെ വല്ലാത്തൊരു ബുദ്ധിമുട്ട്, പിന്നെ തീറ്റ എടുക്കാനുള്ള മടി, അങ്ങനെ കിടന്ന് ചിലപ്പോൾ ചികിത്സ എടുക്കാൻ നേരാവണ്ണം ചികിത്സിച്ചില്ലെങ്കിൽ ചത്തുപോകാവുന്ന ഒരസുഖമാണ്.